ഇത് നിനക്ക് തരാൻ വേണ്ടി തന്നെയാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം ഒരു രസകരമായ കാര്യം കൂടി എനിക്ക് നിന്നോട് പറയാനുണ്ട്. എന്ത് കാര്യം? ആ അതെ, ഈ സാരി എന്റെ കൈ കിട്ടിയപ്പോ എനിക്കിതൊന്നും ഉടുക്കാൻ വല്ലാത്ത കൊതി തോന്നി. അത്രയ്ക്ക് ഭംഗിയില്ലേ ഈ സാരി? പിന്നെ ഞാനൊന്നും നോക്കിയില്ല, ഞാൻ ഇതെടുത്തങ്ങ് ഉടുത്തു. ഓ സൂപ്പർ, ഗ്രാൻഡ് ലുക്കായിരുന്നു. പിന്നെ ഈ സാരി ഉടുത്ത് ഗായത്രി ആന്റിയുടെ ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കൊളുത്താന്ന് ഞാൻ കരുതി. അങ്ങനെ ഞാൻ വിളക്ക് കൊളുത്താനായിട്ട് ആ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്നു. ഞാൻ വിളക്ക് കൊളുത്തി. ഗായത്രി ആന്റിയുടെ ആത്മാവിന് നിത്യശാന്തി വരാൻ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോ എവിടെ എന്താണെന്നൊന്നും അറിയില്ല, വിശാൽ അവിടെ എത്തി. പ്രാർത്ഥിച്ചു നിൽക്കായിരുന്നു ഞാൻ, വിശാലിനെ കണ്ടതേയില്ല. വിശാൽ അങ്ങോട്ട് വന്ന് എന്നെ കെട്ടിയൊരു പിടുത്തം. എന്റെ പൊന്നു പാർവതി, ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ പിന്നെ ചുറ്റിലുള്ളതൊന്നും കാണാനേ പറ്റിയില്ല. ഓ എന്തൊരു കരുത്തായിരുന്നറിയോ ആ പിടുത്തത്തിന്. എല്ലാം മറന്ന് വിശാലിന്റെ നെഞ്ചോട് ചേർന്ന് ഞാനങ്ങ് നിന്നുപോയി. അവനും ആ പിടുത്തം വിടുന്നില്ല. ആലോചിക്കുമ്പോഴേ ഇപ്പോഴും എന്തൊരു വല്ലാത്ത ഫീൽ. പാർവതിയുടെ സാരി എടുത്ത് നിന്നതുകൊണ്ട് പാർവതിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അവൻ എന്നെ കെട്ടിപ്പിടിച്ചെന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ഇതൊന്നുമല്ല മോളെ. ഇതൊക്കെ നീ മനഃപൂർവ്വം ചെയ്തതല്ലേ? വിശാൽ സാറിനെ പാട്ടിലാക്കാൻ വേണ്ടി നീ നടത്തിയ ഒരു അഭ്യാസം. പക്ഷെ ജാസ്മിൻ, നിന്റെ ഈ പ്രകടനത്തിലൊന്നും എന്റെ വിശാൽ സാർ വീഴാൻ പോകുന്നില്ല. അത്രയ്ക്ക് ഉറപ്പാണോ? ആണ്. വിശാൽ സാറ് നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല. അത് കുറച്ചു മുമ്പ് ഞാൻ കണ്ടതല്ലേ ഉള്ളൂ. കടലിന് ഉപ്പുണ്ടോന്ന് അറിയാനേ കടൽ വെള്ളം മുഴുവൻ കുടിച്ചു പറ്റിക്കേണ്ട കാര്യമില്ല പാർവതി. ഇന്നേ വിശാൽ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. നാളെ അവൻ എന്റെ കഴുത്തിൽ താലി കെട്ടുകയും ചെയ്യും. നിനക്കത് കാണാം. ജാസ്മിൻ, നീ വിചാരിച്ച പിടിച്ചു കുലുക്കാൻ പറ്റുന്ന മനസ്സൊന്നുമല്ല എന്റെ വിശാൽ സാറിന്റേത്. ആ മനസ്സ് പരിശുദ്ധം. പുരുഷോത്തമനായ ശ്രീരാമചന്ദ്രന്റെ മനസ്സ് പോലെ പരിശുദ്ധം. അതുകൊണ്ട് നിന്റെ ഈ മയക്കുവിദ്യയൊക്കെ നിന്റെ കയ്യിൽ തന്നെ വച്ചിരുന്നാ മതി. നമുക്ക് നോക്കാം, വിശാല് ശ്രീരാമചന്ദ്രനാണോ അതോ കൃഷ്ണനാണോ എന്നൊക്കെ നമുക്ക് നോക്കാം. പ്രതാപ, ഈ ഡിജിറ്റൽ യുഗത്തിൽ ഗാർഗിയും പാർവതിയും ഒരു ഫിലിം നെഗറ്റീവിനെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവില്ലേ? കാര്യം ഉണ്ടാവും. അതിനിപ്പോ നമുക്കെന്താ ചേച്ചി? എടാ, എനിക്കൊരു സംശയം. എന്താ? അതെന്റെ കല്യാണത്തിനെടുത്ത ഫോട്ടോസിന്റെ നെഗറ്റീവ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആദ്യ ചേച്ചിക്ക് ഇപ്പൊ അങ്ങനെ ഒരു സംശയം? എടാ, പാർവതിയുടെ സംസാരത്തില് അവള് മാജിക് ബോക്സിനെ കുറിച്ച് പറഞ്ഞതുപോലെ എനിക്കൊരു തോന്നൽ. ഞാനത് വ്യക്തമായിട്ട് കേട്ടില്ല. ഇനി മാജിക് ബോക്സിൽ നിന്നാണ് അവൾക്കത് കിട്ടിയിട്ടുള്ളതെങ്കിൽ മിക്കവാറും അതിന്റെ വിവാഹ ഫോട്ടോയുടെ നെഗറ്റീവ് ആകാൻ തന്നെയാ സാധ്യത. അതെന്താണ് ചേച്ചിക്ക് അത്ര ഉറപ്പ്? എടാ, ആ മാജിക് ബോക്സിനുള്ളില് ഗായത്രി ദേവി എന്നെ കുറിച്ചുള്ള രഹസ്യങ്ങള് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നല്ലേ വൈപ്പ്? അങ്ങനെയാണെങ്കിൽ
അവൾ എന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട രേഖകൾ അതിൽ ഒളിപ്പിക്കാൻ സാധ്യതയുണ്ട്. ശരി, ആ നെഗറ്റീവ് തന്നെ അവക്ക് കിട്ടിയെന്നിരിക്കട്ടെ. അതിനിപ്പോ എന്താ? ആ നെഗറ്റീവ് ഇപ്പൊ അവക്ക് പ്രിന്റ് എടുക്കാൻ സാധിച്ചില്ലല്ലോ. ഇനി അത് എടുക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നേ? എടാ, ആ നെഗറ്റീവ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് പാർവതിയുടെ കയ്യിലാണ്. അവളത് കയ്യിൽ വെച്ചിട്ട് വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആ നെഗറ്റീവ് വെച്ച് അവൾ എന്ത് ചെയ്യാൻ ചേച്ചി? എടാ, അങ്ങനെ അവളെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. അവൾ അത് വെച്ച് എന്തെങ്കിലും പണി ഒപ്പിക്കും. നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റുഡിയോ അകലെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവൾ അത് തേടി പിടിച്ച് അവിടെ ചെന്ന് അതിന്റെ പ്രിന്റ് ഔട്ട് എടുത്തിരിക്കും. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണമെന്ന് ചേച്ചി പറയുന്നേ? പ്രതാപ, ആ നെഗറ്റീവില് എന്താണെന്ന് നമുക്കിപ്പോ അറിയത്തില്ല. ആ, അത് ചിലപ്പോ എന്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട നെഗറ്റീവ് ആണെങ്കിൽ അതിൽ എന്നെ താലി കെട്ടുന്ന ശേഖരമേനോനും ഉണ്ടാവില്ലേ? നെഗറ്റീവിൽ നിന്ന് പ്രിന്റ് എടുത്താൽ എന്നെ വിവാഹം കഴിച്ചത് ശേഖരമേനോനാണെന്ന് അവൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പെടില്ലേ? ആ ഫോട്ടോ അവള് വിശാലിനെയും ഇവിടെയുള്ള മറ്റുള്ളവരെയും കാണിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അത് ശരിയാണല്ലോ. ആ ഫോട്ടോ പാർവതിയുടെ കൈ കിട്ടിയ അത് നമുക്കെതിരെയുള്ള വലിയ തെളിവായിരിക്കും. ഇപ്പൊ ഞാൻ ടെൻഷൻ അടിക്കുന്നതിന്റെ കാര്യം നിനക്ക് മനസ്സിലായോ? അതുകൊണ്ട് ആ നെഗറ്റീവ് പാർവതി ഡെവലപ്പ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ കയ്യിൽ എത്തിയിരിക്കണം. അവളുടെ കൈ വെച്ചിരിക്കുന്ന നെഗറ്റീവ് നമ്മൾ എങ്ങനെ എടുക്കും? എടാ, അവൾ അത് വിശാലിന്റെ മുറിയിൽ രഹസ്യമായി സൂക്ഷിക്കാനാ സാധ്യത. ആ, നീ അത് എവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് അവിടെ നിന്ന് പൊക്കാൻ നോക്കണം. ഇപ്പോഴോ? എടാ, അധികം വൈകാൻ പാടില്ല. വൈകും തോറും നമുക്കത് ആപത്താ. അതുകൊണ്ട് ഇപ്പൊ തന്നെ നീ അത് എടുത്തിട്ട് വരണം. ആ, ഇപ്പൊ അത് എടുത്തോണ്ട് വരുമെന്ന് വെച്ചാ ഇത്തിരി പ്രയാസം ചേച്ചി. മിക്കവാറും വിശാലും പാർവതിയും ആ മുറി തന്നെ കാണും. അവരവിടുന്ന് മാറിയാലേ അത് എടുക്കാൻ പറ്റൂ. ഇനിയിപ്പോ അവരവിടെ ഇല്ലാന്ന് തന്നെ കരുതിക്കോ. എന്നാലും അത്ര പെട്ടെന്നൊന്നും എടുക്കാൻ പറ്റില്ല. പാർവതി അത് ഭദ്രമായി ഒളിപ്പിച്ചു വച്ചിരിക്കും. അതുകൊണ്ട് ആ നെഗറ്റീവ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി ചിലപ്പോൾ ഒത്തിരി തിരയേണ്ടി വരും. സമയം എടുക്കുക ചേച്ചി. ശരി ശരി, പാർവതിയും വിശാലിനെയും അവിടെ നിന്ന് മാറ്റണം. അവരുടെ ശ്രദ്ധ ആ മുറിയിൽ ഉണ്ടാവാൻ പാടില്ല. അത്രയല്ലേ ഉള്ളൂ. ആ, അതിനൊരു വഴിയുണ്ട്. എന്ത് വഴിയാ? പറയാം. എങ്ങനെയുണ്ട്? ഓക്കെ, ഡൺ. ചേച്ചി പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. അങ്ങനെ രണ്ടുപേരും ഇവിടുന്ന് ഒഴിവാക്കിയാ നെഗറ്റീവ് ഏത് പാതാളത്തിലാണെങ്കിലും ഞാൻ കൊണ്ടുവരാം. എന്നാ ശരി, നീ ചെല്ല്. എന്നിട്ട് പറഞ്ഞതുപോലെ ചെയ്യ്. ആ നെഗറ്റീവിൽ എന്താണെന്ന് എങ്ങനെ അറിയും? ഇവിടെ എങ്ങും നെഗറ്റീവിൽ നിന്ന് പ്രിന്റ് എടുക്കുന്ന സ്റ്റുഡിയോ ഇല്ലെങ്കിൽ അതെവിടെ പോയി എടുക്കും? ശോ, എന്താ ചെയ്യാ? പാർവതി, അല്ല നീ എന്താ ഇവിടെ ചിന്തിച്ചിരിക്കുന്നേ? ഒന്നുമില്ല. സാറിന് ചായയോ കാപ്പിയോ എന്തെങ്കിലും എടുക്കട്ടെ? ഏയ് ഒന്നും വേണ്ട, വാ നമുക്കൊരു സിനിമ കാണാം. സിനിമയോ? അതാടോ, സിനിമയെന്ന് താൻ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്? അല്ല, സിനിമ നമ്മള് തിയേറ്ററിൽ പോയിട്ടാണോ കാണുന്നത്? എന്നാ അതിനുള്ള നേരമൊന്നും എനിക്കിപ്പോൾ ഇല്ല വിശാൽ സാർ. ഇവിടെ ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്.
നമ്മളെ തിയേറ്ററിൽ പോയ സിനിമ കാണുന്നതെന്ന് തന്നോട് ആര് പറഞ്ഞു? അപ്പോ തിയേറ്ററിൽ പോയിട്ടല്ലേ സിനിമ കാണുന്നേ? അല്ല, ഇവിടെ എൻ്റെ ലാപ്ടോപ്പിൽ നിന്നാണ് കാണുന്നത്. അതിലും സിനിമ ഉണ്ടോ? അതിലും സിനിമ കാണാൻ പറ്റും. ആ സർ, എന്ത് സിനിമയാണ് നമ്മൾ കാണുന്നേ? ഇത് അങ്ങനെ വലിയ സിനിമയൊന്നും അല്ല. എൻ്റെ ഫ്രണ്ട് ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ്. അവൻ വലിയ സിനിമാ കമ്പക്കാരനാ. എന്നെങ്കിലും വലിയൊരു സിനിമ ചെയ്യണമെന്ന് അവൻ്റെ ആഗ്രഹം. അത് കൊള്ളാലോ. എന്നാ താമ്പാ, നമുക്ക് കാണാം. ഇത് പിന്നെ അധികം സമയമൊന്നും എടുക്കില്ല. ഇത് കണ്ടിട്ട് താൻ തൻ്റെ ജോലി ചെയ്തോ. വാ, കമോ. ഇത് ഉപേക്ഷിക്കപ്പെട്ട ഒരു ബയോസ്കോപ്പിന്റെ കാഴ്ചയിലൂടെ ഇന്നത്തെ സിനിമയെക്കുറിച്ച് പറയുന്ന കഥയാണ്. എന്തായാലും ഇത് കണ്ടിട്ട് അഭിപ്രായം പറയാൻ വേണ്ടി അവനെ അയച്ചു തന്നതല്ലേ. എന്നാ നമുക്ക് കണ്ടേക്കാം. അല്ല സർ, എന്തോ ഒരു പേര് പറഞ്ഞല്ലോ. എന്താ പേര്? ബയോസ്കോപ്പോ? അതെ, ബയോസ്കോപ്പ്. എന്താണ് ബയോസ്കോപ്പ്? അത് പണ്ട് കാലത്ത് സിനിമാ പ്രദർശനം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പ്രൊജക്ടർ. ഇതാണ് ബയോസ്കോപ്പ്. ഇതിലൂടെ ഫിലിം കടന്നു പോകുമ്പോൾ ഈ പ്രകാശത്തിന്റെ സഹായത്തോടെയാ ചിത്രങ്ങൾ തിരശ്ശീലയിൽ തെളിയുന്നത്. അപ്പോ നെഗറ്റീവിന് പിന്നിൽ ഇതുപോലെ പ്രകാശം കടത്തിവിട്ട ആ നെഗറ്റീവിലുള്ളത് വ്യക്തമായിട്ട് കാണാൻ കഴിയും. വിശാൽ സർ, ഞാൻ ഇപ്പൊ വരാം. എവിടെ പോകുന്നു? ഇപ്പൊ വരാം. ഇന്നെന്റെ പ്ലാൻ വിജയിച്ചിരിക്കും. അമ്മേ, അമ്മേ, എന്താ പറ്റിയേ? വിശാൽ, പതുക്കെ. അയ്യോ അമ്മേ, അമ്മേ, കരടി, പിടിക്ക്. എന്താ? അയ്യോ, പതുക്കെ, പതുക്കെ. ഇരിക്ക. എന്താ അമ്മേ, എന്തു പറ്റി? കാല് വഴുതി വീണതാ. ഓ, സ്റ്റെപ്പിൽ ആരോ എണ്ണ ഒഴിച്ചേക്കുവാ. ഇവിടെ ഇപ്പൊ ആരാ സ്റ്റെപ്പിൽ എണ്ണ എടുത്തൊഴിക്കുന്നേ? നീ ഇതിനെ എന്നെ നോക്കുന്നേ? ഞാനൊന്നല്ല അത് ചെയ്തത്. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ ആ നോട്ടത്തിന്റെ അർത്ഥം എന്താ? നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. അമ്മേ, നല്ല പെയിനുണ്ടോ? ഇത്തിരി പെയിൻ ഉണ്ട് മോനെ. നമുക്കേ ഹോസ്പിറ്റലൊന്ന് പോയാലോ അമ്മേ? അതിന്റെ ഒന്നും ആവശ്യമില്ല മോനെ. കുറച്ച് കഴിയുമ്പോ താനേ ശരിയായിക്കോളൂ. നമുക്കൊന്ന് പോയി ചെക്ക് ചെയ്യാം അമ്മേ. വേണ്ടടാ, ഞാൻ ഇവിടെ ഒന്ന് ഇരുന്നോട്ടെ.
ചേച്ചി കാലിന് വേദനയുണ്ടോ? വീണപ്പോ കാലുളുക്കിയതാന്ന് തോന്നുന്നു. അതിന്റെ വേദനയുണ്ട്. വേദനയും വച്ചുകൊണ്ടിരിക്കണ്ട അമ്മേ. ഞങ്ങൾ പിടിക്കാം. അമ്മ ഒന്ന് എഴുന്നേറ്റ്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഹോസ്പിറ്റലൊന്നും പോണ്ട. നീ എന്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നാ മതി. വേദന മാറിക്കോളും മോനെ. അമ്മേ, ആ. നിങ്ങള് അമ്മയുടെ കാലൊന്ന് തിരുമ്മി കൊടുക്ക. അമ്മ അയ്യോ പതുക്കെ. പതുക്കെ ഗാർഗി, പതുക്കെ. പതുക്കെ. ആ, 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 ഒന്ന് പതുക്കെ. ആ നെഗറ്റീവിൽ എന്താണെന്ന് പാർവതി കാണുന്നതിന് മുമ്പ് നെഗറ്റീവ് തട്ടിയെടുക്കണം. അപ്പോ അദ്ദേഹം തന്നെയാണ് പ്രഭാവതി അമ്മയുടെ മുൻ ഭർത്താവ്. ഇത് തെളിവോട് പറഞ്ഞ വിശാൽ സാറ് വിശ്വസിക്കോ? അല്ല, ഇദ്ദേഹം പ്രഭാവതി അമ്മയുടെ ആദ്യ ഭർത്താവാണെങ്കിൽ ഇദ്ദേഹം എന്തിന് പ്രഭാവതി അമ്മയെ കൊല്ലാൻ ശ്രമിക്കണം? എന്തായിരിക്കും ഇവര് തമ്മിലുള്ള ശത്രുത? എന്തായിരിക്കും ആ ശത്രുതയ്ക്ക് കാരണം? പ്രഭാവതി അമ്മയ്ക്ക് ഇതെന്തു പറ്റി? ഓ അയ്യോ, എന്താ എന്താ പറ്റിയത്? ഓ, അമ്മ പടിയിൽ നിന്ന് സ്ലിപ്പായി വീണു. അതിന്റെ വേദന. ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞിട്ട് അമ്മ വരാൻ കൂട്ടാക്കുന്നില്ല. പാർവതിക്ക് മർമ്മ ചികിത്സയും നാട്ടു ചികിത്സയൊക്കെ അറിയുന്നതല്ലേ. താൻ അമ്മയുടെ കാലം നോക്കി, എന്നിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്ക്. മരുന്നെന്തെങ്കിലും പുരട്ടേണ്ടി വരുമെങ്കിൽ അതും ചെയ്തോ. ഞാൻ നോക്കട്ടെ. ആ, പതുക്കെ. ഇത് വെറുതെ തിരുമാതെ തൈലും ഇട്ട് തിരുമണം. ഞാൻ പോയി തൈലും എടുത്തിട്ട് വേണ്ട വേണ്ട, പാർവതി എവിടെ ഇരുന്നോ, ഞാൻ പോയി എടുത്തിട്ട് വരാം.